പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചതൊക്കെ അഞ്ചുകോട് തന്നെയാണ് പഠിച്ചത്. ആ, അപ്പോൾ പാലക്കാട് കാര്യമാണ് ആക്ച്വലി. അതെ. ആ, എങ്ങനെയാ നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് പറഞ്ഞേ? അച്ഛനും അമ്മയ്ക്കും ഇവിടെയായിരുന്നു, തമിഴ്നാടായിരുന്നു ആദ്യം. അപ്പോൾ അച്ഛന് അവിടെ നിന്ന് മാറി പിന്നെ പാലക്കാട് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ കുഞ്ഞായിരുന്നു, അപ്പോൾ എല്ലാവരും കുട്ടിയായിരുന്നു, ഞാനും എൻ്റെ ബ്രദറും. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇല്ലായിരുന്നു, ഞങ്ങൾ രണ്ടുപേരായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പിന്നെ സ്കൂളൊക്കെ ചേർത്ത്, സ്കൂളിൽ ചേർത്ത ശേഷം നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. കാരണം നമ്മൾ ഇവിടെ കുറച്ച് നേപ്പാളിൽ കുറച്ച് അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്റ്റഡീസിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്നത് കാരണം അപ്പോൾ അച്ഛൻ നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ ശേഷം നല്ല ജോബൊക്കെ കിട്ടിയ ശേഷം നമുക്ക് നേപ്പാളിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇവിടെയാണ്. ഈ നേപ്പാളിൽ തിരിച്ചു പോയിട്ട് നമ്മൾ നേപ്പാളി ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവോ? ഇല്ല. ആ, അപ്പോൾ പ്രശ്നമായി. അപ്പോൾ ശരിക്കും നമ്മൾ മലയാളിയാണ്, പ്രോപ്പറായിട്ട് ജനിച്ചത് മാത്രമാണ് നമ്മൾ നേപ്പാളിൽ. പക്ഷെ നമ്മൾ വളർന്നതും പഠിച്ചതും നമ്മുടെ തനി മലയാള ടൈപ്പാണ്. ആ, മലയാളത്തെ കുറിച്ച് ചോദിച്ചാല് മലയാളത്തിന്റെ എല്ലാ നമ്മുടെ ഒരു കേരളത്തിന് ഒരു സംസ്കാരമൊക്കെ ഉണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ടോ? അതൊക്കെ മനസ്സിലാവോ? എന്താണ് ഇവിടുത്തെ ഒരു ജീവിതം, ഇവിടുത്തെ രീതികൾ, അതെല്ലാം അറിയാവോ കറക്റ്റായിട്ട്? ഇവിടുത്തെ രീതി ഒക്കെ ഞാൻ പ്രോപ്പർ മലയാളീസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടിലും. ഇപ്പം എല്ലാവരും നിങ്ങൾ നേപ്പാളിയല്ല, അപ്പം ഇപ്പോൾ 6 മണിക്ക് ശേഷം ഇവിടെ വീട്ടിൽ പുറത്ത് പോകാൻ പാടില്ലെന്ന് പറയും. ഇപ്പോൾ അവർ നിൻ്റെ അച്ഛനും സമ്മതിക്കല്ലോ, നിങ്ങൾ നേപ്പാളല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. പക്ഷെ എൻ്റെ അമ്മയും അച്ഛൻ പ്രോപ്പർ മലയാളിയാണ്. 6 മണിക്ക് ശേഷം പുറത്ത് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഗേൾസ് ഇങ്ങനെ ചെയ്യാൻ ആ ടൈപ്പാണ്. പക്ഷെ ആരും അത് എന്താ പറയാ, നിങ്ങൾ നേപ്പാളി അല്ലേ, നിങ്ങൾ എങ്ങനെ മലയാളി ആകും? അതൊക്കെ അതേപോലെ അനുസരിക്കുമോ? ഞാൻ അനുസരിക്കില്ല. കൂട്ടുകാരികളൊക്കെ എങ്ങനെയുള്ളവരാണ്? ഇതേപോലുള്ള കാര്യങ്ങൾ പറയുന്നവരാണോ അതേ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവരാണോ? അതെ, അതെ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ലൊരു എന്താ പറയുക ഓപ്പൺ മൈൻഡാണ്. ഇങ്ങനെ എന്താ പറയാ, ഇപ്പോൾ അച്ഛനമ്മയും പറയണം കേൾക്കുന്നല്ല, പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവല്ലോ. നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? അപ്പോൾ 6 മണിക്ക് ശേഷം പുറത്ത് പോകാൻ പാടില്ല, എന്തുകൊണ്ട് പോകാൻ പാടില്ല? എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ആലോചിക്കുന്നത്, ഒരാളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? എനിക്ക് ആ ഒരു തോട്ട് എനിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സന്ധ്യ നേരത്ത് മുടി വിരിച്ചിടാൻ പാടില്ല പറയുന്നുണ്ട്, ഒരു എക്സാമ്പിള്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വിരിച്ചിടാൻ പാടില്ല? അപ്പോൾ ആ ക്വസ്റ്റ്യൻ അവർ ആൻസർ തരുന്നില്ല. ഇങ്ങനെ ആൻസർ കിട്ടുമ്പോഴല്ലേ നമ്മൾ ഓക്കെ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവർ ആൻസർ തരുന്നില്ല, അപ്പോൾ നമുക്ക് ഓക്കെ അതെനിക്ക് വിശ്വാസമില്ല. സോന പറയുന്നതിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഈ സാംസ്കാരിക പരിസരം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഫോളോ ചെയ്യുന്ന ചില കസ്റ്റംസ് ആണ്. പക്ഷേ അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ലോജിക്കലായിട്ടുള്ളൊരു തിങ്കിങ് ഉണ്ടെങ്കിൽ ഇതിനെയൊന്നും അന്ധമായി അനുകരിക്കില്ല. കാരണം ആ ഒരു തിങ്കിങ് ശരിക്കും സോനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ഒരുപക്ഷെ ആ വഴിയിലേക്ക് വരാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. സോന, അതേപോലെ തന്നെ പ്രപ്പോസൽസ് വന്നപ്പോൾ എവിടെ നിന്നാണ് പ്രപ്പോസൽ, സീരിയസ് പ്രപ്പോസൽ? അത് കോളേജ്. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അത് തിരിച്ചു തേച്ചോ? വന്നിട്ട് തേച്ചിട്ടില്ല.